ബി.ജെ.പിയുടെ എക്കാലത്തെയും അജണ്ടയായിരുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്നുള്ളത് അവരുടെ പ്രധാന മുദ്രാവാക്യവുമായിരുന്നു. 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി അന്നു മുതൽ ഇന്ന് വരെ പറയുന്നത് ഏക സിവിൽ കോഡ് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഏതായാലും ഇപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നു. ബി.ജെ.പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത്. ജനുവരി 27, അതായത് നാളെ ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിലവിൽ വരികയാണെന്ന് സർക്കാരിൻ്റെ സെക്രട്ടറി ശൈലേഷ് ബഗോളി അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഉത്തരാഖണ്ഡ് നിവാസികൾ, അത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഉത്തരാഖണ്ഡ് നിവാസികൾക്കും ഇത് ബാധകമാണ്. ഒപ്പം തന്നെ ഇതിൽ ഷെഡ്യൂൾ ട്രൈബ്സിൽ പെടുന്ന വിഭാഗങ്ങളെയും ചില സംരക്ഷിത വിഭാഗങ്ങളിൽപ്പെടുന്ന ജാതികളെയും ഒക്കെ മതങ്ങളെയും ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ തന്നെ അമിത്ഷാ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിരുന്നു ഈ ഗോത്ര വിഭാഗത്തിന് ചില ഇളവുകൾ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ആ വിഭാഗത്തെ ഇപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായി ഊന്നൽ നൽകുന്നത് വിവാഹം, വിവാഹമോചനം, ഒപ്പം തന്നെ അനന്തരാവകാശം, ഇതിലാണ് ഈ ഏക സിവിൽ കോഡ് പ്രധാനമായി ഊന്നൽ നൽകുന്നത്. വിവാഹത്തിൻ്റെ രജിസ്ട്രേഷൻ 60 ദിവസത്തിനുള്ളിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. 2010 മുതൽ ഉത്തരാഖണ്ഡിൽ നടന്നിരിക്കുന്ന വിവാഹങ്ങളെല്ലാം തന്നെ 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്നുകൂടി ഇതിനോടൊപ്പം സർക്കാർ അറിയിക്കുന്നു. ഒപ്പം തന്നെ പുരുഷന്മാർക്ക് 21 വയസ്സും സ്ത്രീകൾക്ക് 18 വയസ്സും ഒപ്പം മാനസിക ശേഷി ഉള്ളവർക്ക് വിവാഹിതരാകാൻ കഴിയും. ഒപ്പം തന്നെ വിവാഹം ഏത് ആചാരത്തിൽ വേണമെങ്കിലും നടത്താൻ കഴിയും. പക്ഷേ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഈ നിയമങ്ങളെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർ SMS വഴിയോ ഇമെയിൽ വഴിയോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ നിയമം അവർക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഉത്തരാഖണ്ഡിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായും മതസംഘടനകളുമായും സമുദായ സംഘടനകളുമായി ഒക്കെ ചർച്ച നടത്തി സമവായത്തിലൂടെയാണ് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഏക സിവിൽ കോഡ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുഷ്കർ സിംഗ് ധാമി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഏക സിവിൽ കോഡിൻ്റെ പണിപ്പുരയിലാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരും ഒപ്പം തന്നെ ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ സർക്കാരുമൊക്കെ. ഇതിന് തൊട്ടു പിന്നാലെ UPയും ആസാമും ഒക്കെ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും നേരത്തെ തന്നെ വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, പിന്നീട് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുക, പിന്നീട് രാജ്യം മുഴുവൻ ഒരു ഏകീകൃത നിയമത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക എന്നൊരു പുതിയ രീതിയാണ് BJP മുൻപോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇനി ഇതിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല, നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നു ഏക സിവിൽ കോഡിലേക്കുള്ള യാത്ര അത് ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഏതായാലും രാജ്യത്താദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാകുന്നു ഉത്തരാഖണ്ഡിൽ. ഇത് അധികം വൈകാതെ തന്നെ രാജ്യമാസകലം ഉണ്ടാകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.